നമസ്കാരം. ബന്ധങ്ങൾ വളരെ ക്ലിഷ്ടത ഉളവാക്കുന്ന ചിന്തകളായിട്ട് ചിലരിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാലും ബന്ധങ്ങൾ അറിയുക എന്നത് മനുഷ്യന്റെ കൗതുകത്തിന്റെ ഭാഗവുമാണ്. CN ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി എന്ന നാടകം അദ്ദേഹത്തിന്റെ നാടകത്രിതയത്തിലെ മധ്യഖണ്ഡമാണ്. ഈ നാടകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ രാവണന്റെ യാത്ര എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. രാവണന്റെ സഭാമണ്ഡപവും അതുമായിട്ട് ചേർന്ന കാര്യങ്ങളും ലങ്കയിലെ ജീവിതവും എല്ലാം ലങ്കാലക്ഷ്മിയിൽ വിരചിക്കപ്പെടുന്നു. വാങ്മയ ചിത്രണത്തിന് താൻ ഏറെ പ്രതിഭയുള്ളവനാണെന്ന് കൃത്യമായി ശ്രീകണ്ഠൻ നായർ ഈ നാടകത്തിലൂടെ കാട്ടിത്തരികയും ചെയ്യുന്നു. ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി എന്ന നാടകത്തിലെ കഥാപാത്രങ്ങളും അവരുടെ ബന്ധങ്ങളും ഇപ്പോൾ ഒന്ന് പരിചയപ്പെടാം. രാവണൻ ലങ്കാലക്ഷ്മിയിലെ പ്രധാന കഥാപാത്രമാണ് രാവണൻ. വീരനായകനായ രാജാവ്, വംശത്തെ ഉദ്ധരിച്ചവൻ, സ്നേഹനിർഭരനായ സഹോദരൻ, പ്രണയാതുരനായ ഭർത്താവ്, വാത്സല്യമുള്ള പിതാവ് എന്നിങ്ങനെ വ്യക്തിപരമായ വളരെയേറെ നന്മകൾ ആരോപിക്കപ്പെടുന്ന ഒരു വീര കഥാപാത്രമായിട്ടാണ് ലങ്കാലക്ഷ്മിയിൽ രാവണൻ അവതരിപ്പിക്കപ്പെടുന്നത്. വീരനായകനായ രാജാവായിട്ട് അദ്ദേഹം ലങ്കയെ നേടിയെടുക്കുകയും രാക്ഷസ വംശത്തിന് ഒരു രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. വിഷ്ണുവിന്റെ യുദ്ധ സന്നാഹത്തിനൊടുവിൽ നഷ്ടമായി പോയ രാക്ഷസ കുലത്തെ മാല്യവാന്റെ താല്പര്യപ്രകാരം സുമാലിയുടെ മകളായ കൈകസിയിലൂടെ പുനർനിർമ്മിച്ചെടുക്കുവാൻ ഒരു ശ്രമം നടന്നപ്പോൾ വിശ്രവസ് എന്ന മുനിയെ കൈകസി പ്രാപിക്കുകയും ആ മുനിയിൽ നിന്ന് കൈകസിക്കുണ്ടായ മകനായി രാവണൻ എത്തിച്ചേരുകയും ചെയ്തു. രാവണന് കുംഭകർണനെന്നും വിഭീഷണനെന്നും രണ്ട് സഹോദരങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിലും കൈകസിക്ക് രാക്ഷസവംശത്തെ നിലനിർത്തണമെന്നുള്ള അദമ്യമായ ആഗ്രഹവും ദേവഗണങ്ങളോടുള്ള അദമ്യമായ പ്രതികാര ബുദ്ധിയും എല്ലാം രാവണൻ എന്ന ഒരൊറ്റ കഥാപാത്രത്തിനുള്ളിൽ, ഒരൊറ്റ പിറവിക്കുള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെ രാവണൻ ജീവിതം മുഴുവനും വ്യയം ചെയ്ത് തപം ചെയ്ത് 10,000 തപസ്സിന്റെ അനുഗ്രഹം വാങ്ങിയെടുത്ത് വംശത്തെ ഉദ്ധരിച്ചു. രാക്ഷസകുലം രാവണനോടൊപ്പം നേടി മുൻപോട്ട് വരികയും ചെയ്തു. കുംഭകർണനും വിഭീഷണനും തന്റെ സഹോദരങ്ങൾ എന്നതിലപ്പുറം സ്വന്തം മക്കളെക്കാൾ വാത്സല്യത്തോടെയാണ് രാവണൻ വാത്സല്യവും സ്നേഹവും പകർന്നിരുന്നത്. മണ്ഡോദരി എന്ന മയന്റെ മകൾ ഇഷ്ടപത്നിയായിട്ടാണ് രാവണനോടൊപ്പമുള്ളത്. കാമലീലകൾ ആടുന്ന വ്യക്തിയാണ് താനെങ്കിലും എപ്പോഴും തന്റെ ഇഷ്ടപത്നി മണ്ഡോദരിയാണ് എന്ന് ലങ്കാലക്ഷ്മിയിൽ രാവണൻ തന്നെ പറയുന്നുണ്ട്. ഇഷ്ടപത്നിയായ മണ്ഡോദരിയോട് പ്രണയാതുരനായി തന്നെ ഇടപെടുന്ന ഭർത്താവാണ് രാവണൻ. മക്കളായ ഇന്ദ്രജിത്തിനോടും അതികായനോടും അക്ഷനോടും എല്ലാം വാത്സല്യം പുലർത്തിയിരുന്ന രാവണൻ കുംഭകർണന്റെ മക്കളോടും മറ്റ് സഹോദരങ്ങളുടെ മക്കളോടും മറ്റ് രാക്ഷസ കിടാങ്ങളോടുമെല്ലാം ഇതേ വാത്സല്യം, പിതാവിനടുത്ത വാത്സല്യം തന്നെയാണ് പുലർത്തുന്നത്. മാല്യവാൻ രാവണന്റെ മുത്തച്ഛന്റെ ജ്യേഷ്ഠൻ. രാവണന്റെ മുത്തച്ഛൻ എന്ന് പറയുന്നത് അമ്മയുടെ അച്ഛനാണ്. രാവണന്റെ അമ്മ കൈകസിയാണ്. കൈകസിയുടെ അച്ഛൻ
സുമാലി ആയിരുന്നു. ഈ സുമാലി വിഷ്ണുവുമായിട്ട് രാക്ഷസഗണം നടത്തിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. സുമാലിയുടെ മകളായ കൈകസിയെയും സുമാലിയുടെ മറ്റ് മക്കളായ സുപാർശ്വ പ്രഹസ്തന്മാരെയും സുമാലിയുടെ ജ്യേഷ്ഠനായ മാല്യവാനാണ് വളർത്തിയത്. അങ്ങനെ പിതാമഹൻ എന്ന സ്ഥാനം മാല്യവാനാണ് രാവണൻ നൽകുന്നത്. സുമാലിയുടെ ജ്യേഷ്ഠനായ മാല്യവാനാണ് രാവണനെ എല്ലാ കാര്യങ്ങളിലും പിതൃവാത്സല്യവും പിതാമഹ വാത്സല്യവും ഒക്കെ നൽകി അനുഗ്രഹിച്ച് മുന്നോട്ട് നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മാല്യവാൻ പിതാമഹൻ എന്ന വിളിക്ക് അർഹനായി തീരുന്നു. വിരൂപാക്ഷൻ, സുപാർശ്വൻ, പ്രഹസ്തൻ ഇങ്ങനെ 3 സഹോദരങ്ങളാണ് രാവണന്റെ അമ്മയായ കൈകസിക്ക് ഉള്ളത്. വിരൂപാക്ഷൻ മാല്യവാന്റെ പുത്രനാണ്. മാല്യവാൻ സുമാലി എന്ന കൈകസിയുടെ അച്ഛന്റെ ജ്യേഷ്ഠനാണ് എന്ന് മുൻപേ തന്നെ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. അപ്പോ കൈകസി എന്ന രാവണന്റെ അമ്മയുടെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകൻ, ഒരു ബന്ധല്ലേ, അതാണ് വിരൂപാക്ഷൻ. ചുരുക്കി പറഞ്ഞ കൈകസിയുടെ മൂത്ത സഹോദരൻ ആയിട്ട് വരും. കൈകസിയുടെ അച്ഛനും 3 മക്കളാണ്, കൈകസിയും സുപാർശ്വനും പ്രഹസ്തനും. അങ്ങനെ സുമാലിയുടെ പുത്രന്മാരായ സുപാർശ്വനും പ്രഹസ്തനും കൈകസിയുടെ സഹോദരന്മാർ തന്നെ. അങ്ങനെ വരുമ്പോൾ വിരൂപാക്ഷനും സുപാർശ്വനും പ്രഹസ്തനും രാവണന് അമ്മാവന്മാരായിട്ട് വരുന്നു. അതായത് മാതുലൻ, അമ്മയുടെ ആങ്ങളമാർ എന്ന ബന്ധത്തിലേക്ക് വരുന്നു. കുംഭകർണനും വിഭീഷണനും ഇവര് 2 പേരും രാവണന്റെ സഹോദരന്മാരാണ്. വിശ്രവസ് എന്ന മുനിയിൽ നിന്ന് കൈകസിക്ക് ജനിച്ച 3 മക്കളാണ് രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നിവർ. ഈ വിശ്രവസ് എന്ന് പറയുന്ന മുനിയെ പ്രാപിക്കാനായിട്ട് കൈകസി എന്ന രാവണന്റെ അമ്മയെ പ്രേരിപ്പിച്ചത് മാല്യവാനാണ്. രാക്ഷസകുലത്തെ നിലനിർത്താനായിട്ട് പുതിയ രാക്ഷസ ജന്മങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് വിശ്രവസിന്റെ അടുത്ത് കൈകസിയെ മാല്യവാൻ പറഞ്ഞയക്കുന്നത്. അവിടെ കൈകസി എത്തുന്ന സമയത്ത് സന്ധ്യ ചുവപ്പിൽ കുളിച്ച് നിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൈകസിയുടെ ഉള്ളില് രാക്ഷസ സാമ്രാജ്യത്തിന് വേണ്ടിയുള്ള അദമ്യമായ ആഗ്രഹവും ദേവഗണങ്ങളോടും മറ്റുമുള്ള അദമ്യമായ പ്രതികാര ബുദ്ധിയും ഉണ്ടായിരുന്നത് കൊണ്ട് ആ സന്ധ്യ ചുവപ്പിൽ കുളിച്ച് നിന്നിരുന്നുവെന്നും വിശ്രവസിനെ അങ്ങനെ ഒരു സമയത്താണ് കൈകസി പ്രാപിച്ചതെന്നും അതുകൊണ്ട് തന്നെ രാവണൻ ജനിച്ചപ്പോൾ ചോരമഴ പെയ്തു എന്നുമൊക്കെയാണ് വലിയ കഥകളായിട്ട് ലങ്കാലക്ഷ്മിയിൽ കിടാങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന കഥകളായിട്ട് വരുന്നത്. വിശ്രവസ് ഒരു മുനിയാണ്. ഈ വിശ്രവസിന് കൈകസിയെ കൂടാതെയുള്ള ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ കൈകസിയിൽ നിന്നല്ലാതെ മുൻപേ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പത്നിയിൽ ജനിച്ച മകനാണ് വൈശ്രവണൻ. ഈ വൈശ്രവണനാണ് യഥാർത്ഥത്തിൽ ലങ്കയുടെ ഉടമയായിരുന്നത്. ദേവഗണങ്ങള് അളകൻ അല്ലെങ്കിൽ അളകക്കോൻ എന്ന പേര് നൽകി കുബേരൻ എന്ന മറ്റൊരു പേര് നൽകി ലങ്ക അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു. ദേവഗണങ്ങളുടെ മുഴുവൻ സമ്പത്തുകളും സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലമായിരുന്നു ലങ്ക. ദേവന്മാരെ തോപ്പിച്ച് കുബേരനെ തോപ്പിച്ചോടിച്ച് ലങ്ക രാവണൻ സ്വന്തമാക്കുകയാണ് ചെയ്തത്. രാക്ഷസകുലത്തിന് വേണ്ടിയുള്ള സന്തോഷ നഗരമായിട്ട് ലങ്ക തീരുകയും. ഇന്ദ്രജിത്തും അതികായനും ഇവര് 2 പേരും രാവണന്റെ പുത്രന്മാരാണ്. മണ്ഡോദരിയുടെ പുത്രനാണ് ഇന്ദ്രജിത്ത്. മാലിയുടെ പുത്രനാണ് അതികായൻ. രാവണന് മണ്ഡോദരിയെ കൂടാതെ പല ഭാര്യമാരുണ്ടായിരുന്നു. അതില്
ലങ്കാലക്ഷ്മിയിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഇന്ദ്രജിത്തും അതികായനുമാണ്. പിന്നെ മണ്ഡോദരിയുടെ പുത്രനായ ഇന്ദ്രജിത്തിന് ഒരനുജൻ കൂടി ഉണ്ടായിരുന്നു. മണ്ഡോദരിക്ക് മറ്റൊരു മകൻ കൂടി ഉണ്ടായിരുന്നു. ആ മകന്റെ പേര് അക്ഷൻ എന്നായിരുന്നു. ഇന്ദ്രജിത്തിന്റെ അനുജൻ അക്ഷൻ. അവൻ ഹനുമാൻ വന്ന സമയത്ത് ഹനുമാൻ ലങ്കയിൽ വന്നിട്ട് അവിടെ എല്ലാം ചുട്ട് കരിച്ചിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. ആ ഒരു അവസ്ഥയിൽ അക്ഷൻ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ലങ്കാലക്ഷ്മിയുടെ ആദ്യ രംഗങ്ങളിൽ ഈ അക്ഷനെ കുറിച്ചുള്ള പരാമർശം വരുന്നുണ്ട്. ഇനി ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ദേവലോകത്തെ കൂടി ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് നടന്ന മണ്ഡോദരീപുത്രനായകയാലാണ് മണ്ഡോദരീപുത്രനായ രാവണന്റെ മകന് ഇന്ദ്രജിത്ത് എന്ന പേര് കിട്ടിയത്. യഥാർത്ഥത്തിൽ അയാളുടെ പേര് മേഘനാഥൻ എന്നായിരുന്നു. മേഘത്തിനൊപ്പം അലറുന്ന നാദമുള്ളവൻ എന്നായിരുന്നു അവന്റെ യഥാർത്ഥ പേര്. പക്ഷേ ഇന്ദ്രനെ യുദ്ധത്തെ തോൽപ്പിച്ച് അതിലേക്കൂടെ ഒക്കെ വലിച്ചുകൊണ്ട് നടന്നതിനാൽ വേറൊരു പേര് കിട്ടുകയാണ്. ആ പേരാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രനെ ജയിച്ചവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇന്ദ്രജിത്തും അതികായനും ലങ്കാലക്ഷ്മിയിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. അതികായൻ മണ്ഡോദരിയുടെ പുത്രനല്ല, മാലി എന്ന അപ്സരസിന്റെ. ലങ്കാലക്ഷ്മിയിൽ വരുന്ന മറ്റു ചില കഥാപാത്രങ്ങളാണ് കുംഭൻ, നികുംഭൻ, ശാർദൂലൻ തുടങ്ങിയവർ. കുംഭനും നികുംഭനും കുംഭകർണന്റെ പുത്രന്മാരാണ്. കുംഭകർണൻ രാവണന്റെ അനുജനാണ് എന്നറിയാമല്ലോ. അപ്പൊ കുംഭകർണന്റെ പുത്രന്മാരാണ് കുംഭനും നികുംഭനും. ശാർദൂലനെ പോലെ പല രാക്ഷസന്മാരെ രാവണൻ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് ചാരന്മാരായിട്ട് നിയോഗിക്കുമായിരുന്നു. രാമന്റെ യുദ്ധ സന്നാഹങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ രാമപക്ഷത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് രാവണൻ നിയോഗിച്ചിരുന്ന ചാരനായിരുന്നു ശാർദൂലൻ എന്ന രാക്ഷസൻ. ഹനുമാൻ രാമന്റെ ദൂതനായിട്ട് ലങ്കയിൽ എത്തുന്നത് ഹനുമാനാണ്. വളരെയേറെ സിദ്ധിവിശേഷങ്ങളുള്ള ഒരു വാനരനായിരുന്നു ഹനുമാൻ. സുഗ്രീവൻ എന്ന വാനര രാജാവിന്റെ അടുത്ത സുഹൃത്തും പടയാളികളിൽ ഒരുവനുമായിരുന്നു ഹനുമാൻ. രാമൻ സുഗ്രീവനെ സഹായിക്കുവാനായിട്ട് കിഷ്കിന്ധ എന്ന വാനര രാജ്യത്തിൽ എത്തുകയും കിഷ്കിന്ധയിൽ അടക്കി വാണിരുന്ന സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലി എന്ന വാനര രാജാവിനെ ചതിയിലൂടെ തോൽപ്പിക്കുകയും ചെയ്തിട്ട് സുഗ്രീവന് കിഷ്കിന്ധ വാങ്ങി നൽകുന്നു. അങ്ങനെ സുഗ്രീവൻ കിഷ്കിന്ധ സ്വന്തമാക്കിയിട്ട് ബാലിയുടെ ഭാര്യയായിരുന്ന താരയെയും തന്റെ സ്വന്തമാക്കുന്നു. താരയോടുള്ള താരാരാധനയാണ് സുഗ്രീവന് ബാലിയോട് യുദ്ധം ചെയ്യാൻ തന്നെയുള്ള ആഗ്രഹമുണ്ടാക്കിയത് എന്നാണ് പിന്നാമ്പുറ കഥ. എന്ന് പറഞ്ഞ ബാലിയും സുഗ്രീവനും ജ്യേഷ്ഠനും അനുജനുമായിരുന്നേ. ഈ ജ്യേഷ്ഠാനുജന്മാര് തമ്മിലുള്ള പിണക്കങ്ങൾക്ക് പ്രധാന കാരണമായത് ബാലി വിവാഹം കഴിച്ചിരുന്ന താരയെന്ന കാനനകന്യകയായിരുന്നു. അത്രയേറെ സുന്ദരിയായിരുന്ന താരയെ തനിക്ക് സ്വന്തമാക്കണമെന്ന ആഗ്രഹം സുഗ്രീവനിൽ ഉളവായപ്പോഴാണ് ബാലിയോട് യുദ്ധം ചെയ്യാനുള്ള താല്പര്യം സുഗ്രീവനിൽ ഉളവായതെന്നും ബാലിയെ ജയിക്കാനായി സുഗ്രീവന് കഴിയാതെ വന്നതുകൊണ്ട് രാമനെ കൂട്ടുപിടിച്ച് ബാലിയെ ചതിയിലൂടെ വധിച്ചുവെന്നും താരയെയും കിഷ്കിന്ധ എന്ന രാജ്യത്തെയും സ്വന്തമാക്കിയെന്നുമാണ് പശ്ചാത്തല കഥ. ഏതായാലും സുഗ്രീവന്റെ പടയാളിയായിട്ട് നിലകൊള്ളുകയാണ് ഹനുമാൻ. ഈ ഹനുമാനാണ് ലങ്കാലക്ഷ്മിയെ തല്ലിത്താഴെയിട്ട് ലങ്കയിൽ എത്തുന്നത്. അവിടെ വരുന്നത് സീത എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനും രാവണന്റെ കൊട്ടാരത്തിലെ എല്ലാ തരത്തിലുള്ള മോടികളും അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ സുരക്ഷാ കാരണങ്ങൾ ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ലങ്കയിൽ ഹനുമാൻ ദൂതനായിട്ട് എത്തുന്നത്. എത്തിയ ഹനുമാനെ ഒരു കൊരങ്ങച്ചൻ എന്ന് വിചാരിച്ച് രാവണനും കൂട്ടരും വളരെ പരിഹാസ്യനായി കരുതി. ദൂത് പറയാൻ വന്നിരുന്ന വാനരന് ഇരിക്കാൻ പോലും സ്ഥലം കൊടുക്കാതെ വന്നപ്പോ നമ്മുടെ ബാല്യന
ഭാഷാഭോഷിണിയിലൊക്കെ വരുന്ന അതുപോലത്തെ ഈ ചെറിയ പൂമ്പാറ്റ പോലെയുള്ളതിനകത്തൊക്കെ വരുമായിരുന്നല്ലോ, കപീഷ് പോലെയുള്ള ചില കഥാപാത്രങ്ങള്. അത്രയുള്ള ആ കഥാപാത്രത്തിന് വാല് നീട്ടാൻ അറിയാം. അതുപോലെ തന്നെ ഹനുമാനും തന്റെ വാല് നീട്ടാൻ അറിയാമായിരുന്നു. വാല് നീട്ടി നീട്ടി ചുരുട്ടി 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 അതൊരു വലിയ സിംഹാസനമാക്കിയിട്ട്, ബാലരമ എന്ന പേര് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറെ നേരം പരിശ്രമിച്ചത്. അപ്പൊ ബാലരമയ്ക്കകത്ത് വരുന്ന കപീഷിനെ പോലെ വാല് നീട്ടി നീട്ടി ചുരുട്ടി ചുരുട്ടി കയറി അതിന്റെ മുകളിൽ കയറി അങ്ങോട്ട് ഇരുന്നു നമ്മുടെ ഹനുമാൻ. അങ്ങനെ തനിക്കുള്ള സിംഹാസനം താൻ തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് രാമനോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പൊന്ന് ആലോചിച്ചിട്ട് സീത അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നോ എന്നൊരു ചോദ്യമൊക്കെ അങ്ങോട്ട് ചോദിച്ചു. വാനരന്റെ ചോദ്യം കേട്ട് രാവണന്റെ സഭാമണ്ഡപത്തിലുള്ളവരെല്ലാരും വാനരനെ കളിയാക്കി ചിരിച്ചു. വാനരനായ ഹനുമാനോട് എങ്ങനെ പെരുമാറണമെന്ന് രാവണൻ അങ്ങ് ചോദിച്ചു. എല്ലാരും കൂടെ പറഞ്ഞു അവന്റെ വാലിന് തീ കുത്തി ഇട്ടേക്കാമെന്ന്. അങ്ങനെ ഇത്രയും പൊക്കത്തിൽ കയറിയിരിക്കുന്ന ഹനുമാന്റെ വാല് മുഴുവനും ആ നാട്ടിലുള്ള ലങ്കയിലുള്ള മുഴുവൻ തുണിയും കൊണ്ടുവന്ന് ചുറ്റി എണ്ണയും ഒഴിച്ച് തീ കത്തിച്ചങ്ങ് വിട്ടു നമ്മുടെ രാക്ഷസന്മാര്. ഹനുമാൻ എന്ത് ചെയ്തു? തന്റെ വാലിലേക്ക് തീ വരുന്ന സമയത്ത് വാല് ചുരുക്കി 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 തനിക്ക് എവിടെയൊക്കെ പോകാമോ അവിടെ എല്ലാം പോയി ആ തുണി പറിച്ചിട്ടു. തന്റെ വാല് കത്താതെ ആ തുണി അവിടെ എല്ലാം ആക്കി എണ്ണ കൊണ്ട് കത്തിച്ചു വിട്ട ആ പന്തം ലങ്ക മുഴുവനും എത്തിച്ചതിനെ കത്തിച്ചു. അങ്ങനെ ലങ്കയെ ചുട്ടിട്ട് ഹനുമാൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ടിട്ട് രാമന്റെ അടുത്ത് ചെന്നിട്ട് രാവണന്റെ കൊട്ടാരത്തിലെ എന്തൊക്കെ തരത്തിലുള്ള സന്നാഹങ്ങൾ ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോ ഹനുമാൻ ആരാണെന്ന് പിടികിട്ടി. ഇനി അങ്കദൻ എന്ന് പറയുന്ന ആള് സുഗ്രീവൻ എന്ന വാനര രാജാവിനെ കുറിച്ച് കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. ആ സുഗ്രീവ രാജാവിന്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠനെയാണല്ലോ രാമനെ കൂട്ടുപിടിച്ച് സുഗ്രീവൻ കൊന്നു കളഞ്ഞത്. ആ ജ്യേഷ്ഠന് ബാലി എന്ന ആ ജ്യേഷ്ഠന് താരയിലുണ്ടായ മകനാണ് അങ്കദൻ. പക്ഷേ ബാലിയുടെ മകനാണെങ്കിലും സുഗ്രീവനോട് ചേർന്ന് നിൽക്കാൻ അങ്കദൻ ഒരു മടിയും വരുന്നില്ല. എന്ന് പറഞ്ഞാൽ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ശരിയല്ലാത്ത സ്വഭാവഗതി അങ്കദനുണ്ട് എന്നാണ് പറഞ്ഞു വെക്കപ്പെടുന്നത്. മണ്ഡോദരി ലങ്കാലക്ഷ്മിയുടെ അവസാനം ഇത് തന്നെ അങ്കദനോട് പറയുന്നുമുണ്ട്. താരയുടെ പുത്രനെ ഇത് ചെയ്യൂ എന്ന്. അത് കഥ പഠിക്കുമ്പോൾ, നാടകം പഠിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. മണ്ഡോദരി എന്ന് പറയുന്നത് രാവണന്റെ പത്നിയാണ്. മയൻ എന്ന ദാനവശില്പിയുടെ മകളാണ് മണ്ഡോദരി. സീതയോടൊപ്പം തന്നെ സൗന്ദര്യമുള്ളവളായിരുന്നു മണ്ഡോദരി. സീത രാമന്റെ ഭാര്യയാണ്. രാവണനറിയാത്ത രാവണന്റെ പുത്രിയുമാണ് സീത. അതെങ്ങനെയായിരിക്കും ഈ രാവണൻ അറിയാതെ രാവണൻ ഒരു പുത്രി ഉണ്ടാകുന്നത്? രാവണൻ 3 ലോകങ്ങളും കീഴടക്കി കാമലോലുപനായി വലിയ മിടുക്കനായി അഹങ്കാര ഗർവോടെ രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ലോകത്തിന്റെ 3 ലോകങ്ങളും കടന്നിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ദിവസം ഹിമവൽ താഴ്വരയിൽ വിഷ്ണുവിനെ തപസ് ചെയ്തുകൊണ്ടിരുന്ന വിഷ്ണുഭക്തയായ ഗന്ധർവ സ്ത്രീയായ വേദവതിയെ കണ്ടുമുട്ടുന്നു. ഈ വേദവതി വിഷ്ണുവിനെ ഭർത്താവായി കിട്ടുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വേദവതിയുടെ സൗന്ദര്യം കണ്ടിട്ട് രാവണൻ അങ്ങ് ഇളകിപ്പോയി. ഒരു രക്ഷയുമില്ല. വേദവതിയെ ബലാലങ്ങ് പ്രാപിച്ചു. വേദവതി രാവണൻ നൽകിയ ബീജത്തെ അവളുടെ സിദ്ധി ഉപയോഗിച്ച് തന്നിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് ഭൂമിദേവിക്ക് കൊടുത്തിട്ട് ഭൂമിയോട് പറഞ്ഞ് ഇതിനെ സ്വീകരിച്ചു വളർത്തുക എന്ന്. എന്നിട്ട് രാവണന് നേരെ നോക്കി ഒരു ശാപവും അങ്ങ് കൊടുത്തു. സ്ത്രീ മൂലം നീ എന്നിൽ നിക്ഷേപിച്ച ഈ ബീജം മൂലം നിന്റെ നാശം സംഭവിക്കും, നിന്റെ കുലമൊടുക്കപ്പെടുമെന്ന്. അങ്ങനെ രാവണന് വേദവതിയിൽ ജനിച്ച പുത്രിയാണ് സീത. അവൾ ഭൂമിദേവി വളർത്തിയെടുത്ത് ജനകന്റെ ഉഴവുചാലിൽ നിന്ന് യാഗം ചെയ്ത് ജനകൻ രാജാവ് ഭൂമി ഉഴുതപ്പോൾ ആ ഉഴവുചാലിൽ നിന്ന് ഉയർന്നു വന്നു ഭൂമി ജനകന് കൊടുത്തു. അങ്ങനെ സീത വീണ്ടും തിരികെ എത്തുകയാണ്. ഭൂമിക്ക് കൊടുത്തവൾ ഭൂമിയിൽ നിന്ന് തിരികെ എത്തി രാമന്റെ ഭാര്യയായി. രാവണൻ അവളോട് മോഹം തോന്നി.
രാവണന്റെ കുലമുടക്കുവാനുള്ള കാരണം സീതയിലൂടെ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ വേദവതിയുടെ ശാപം പൂർത്തിയാകാൻ വേണ്ടി രാവണനെ തേടിയെത്തിയ രാവണപുത്രി തന്നെയാണ് സീത. ലങ്കാലക്ഷ്മി. ശാപത്താൽ ലങ്കയ്ക്ക് കാവലായ വിജയലക്ഷ്മിയുടെ രൂപമായിരുന്നു ലങ്കാലക്ഷ്മി. രാക്ഷസ സ്ത്രീയുടെ രൂപം സ്വീകരിച്ച് ലങ്കയ്ക്ക് കാവലായിട്ട് നിൽക്കേണ്ടി വന്നു വിജയലക്ഷ്മിക്ക്. ഒരു നാൾ വാനരന്റെ തല്ലേറ്റാൽ, ഒരു കൊരങ്ങച്ചൻ വരും, അവന്റെ തല്ല് നിനക്ക് കൊള്ളുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നായിരുന്നു അവൾക്ക് കിട്ടിയിരുന്ന ആ ശാപമോക്ഷമായിട്ടുള്ള കാര്യം. അത് സംഭവിച്ചു. വാനരനായ ഹനുമാൻ കയറി വരുമ്പോൾ ഹനുമാനെ തടയേണ്ട കടമ കാവലിൽ നിൽക്കുന്ന ലങ്കാലക്ഷ്മിക്കുള്ളതായിരുന്നു. അവള് തടയുകയും വാനരന്റെ തല്ലേൽക്കുകയും അങ്ങനെ വിജയലക്ഷ്മിയായി രൂപമാറ്റം സംഭവിച്ച് സ്വർഗ്ഗലോകത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ഇനി അടുത്ത ഒരു സ്ത്രീ കഥാപാത്രമാണ് സരമ. വിഭീഷണൻ എന്ന രാവണന്റെ അനുജന്റെ പത്നിയാണ് സരമ. വിഭീഷണനെ പോലെ തന്നെ സരമയും രാമനോട് ചേർന്ന് നിൽക്കുന്നവരായിട്ടാണ് ലങ്കാലക്ഷ്മിയിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് സരമ എന്ന കഥാപാത്രത്തെ ലങ്കാലക്ഷ്മിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ലങ്കാലക്ഷ്മിയിലെ കഥയുടെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ട്, ഒരു വില്ലത്തി കഥാപാത്രമായിട്ട് വേണം കാണാൻ. ഇങ്ങനെ ലങ്കാലക്ഷ്മിയിലെ കഥാപാത്രങ്ങൾ നിലകൊള്ളുന്നു. വേറെ കുറെ രാക്ഷസന്മാരും ചില രാക്ഷസ സ്ത്രീകളും ഒക്കെ തന്നെ അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട് വരുന്നു, കഥാപാത്രങ്ങളായിട്ട് ചില വാക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ വളരെ വേണ്ടപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് കാണപ്പെടാത്തത് കൊണ്ട് കഥാപാത്രങ്ങളുടെ അവതരണം ഇത്രയുമേ ഉള്ളൂ. നന്ദി.